ഗതാഗത കുരുക്കിൽ വലഞ്ഞ് ഉപ്പുതറ. അനധികൃത പാർക്കിംഗ് ആണ് ഉപ്പുതറ ടൗണിലെ ഗതാഗത കുരുക്കിന് പ്രധാന കാരണം. ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ ഇല്ലാത്തതാണ് ടൗണിൽ അനധികൃത പാർക്കിംഗ് പെരുകാൻ കാരണം. പൊതുമരാമത്ത് വകുപ്പ് റോഡിന് വീതി കൂട്ടാൻ എസ്റ്റിമേറ്റ് എടുത്തിട്ട് 5 വർഷം കഴിഞ്ഞെങ്കിലും നടപടിയുണ്ടായില്ല. ആദ്യകാല കുടിയേറ്റ ഗ്രാമമാണ് ഉപ്പുതറ. വികസന കാര്യത്തിൽ വലിയ പുരോഗതിയൊന്നും ഇന്നും ഉപ്പുതറയ്ക്ക് അവകാശപ്പെടാനായിട്ടില്ല. ദിവസം തോറും ഉപ്പുതറ ടൗണിൽ ഗതാഗത പ്രതിസന്ധി രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നതും ഉപ്പുതറ ടൗണിൽ തന്നെ. ഉപ്പുതറ വലിയ പാലം മുതൽ KCB ജംഗ്ഷൻ വരെ ദിവസം എന്ന പോലെ ഗതാഗത കുരുക്കാണ്. കുരുക്കിനിടയിലൂടെയാണ് പഞ്ചായത്ത് ഭരണാധികാരികൾ യാത്ര ചെയ്യുന്നത്. നേരെ പുലരുമ്പോൾ തന്നെ സ്വകാര്യ വാഹനങ്ങൾ റോഡിന്റെ ഇരുവശവും നിരക്കും. പിന്നെ ഒരു വാഹനത്തിന് മാത്രം കടന്നു പോകാനുള്ള വീതി മാത്രമാവും റോഡിനുണ്ടാവുക. ഇതിലൂടെ ഇരുവശത്തു നിന്നും വാഹനങ്ങൾ എത്തുമ്പോൾ ഗതാഗത കുരുക്കും സംജാതമാവും. ടൗണ് വിശാലമായി കിടക്കുന്ന ഈ ടൗണിൽ അനധികൃത പാർക്കിംഗ് കാരണം നിലവിൽ ഗതാഗത തടസ്സം ഉപ്പുതറ ടൗണിൽ നേരിടുകയാണ്. അത് നിലവിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടികളും അത് സ്വീകരിക്കുന്നില്ല. 2 പോലീസിനെ നിർത്തിയിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. അതുപോരാ, ഉപ്പുതറയിലെ പാർക്കിംഗ്, അനധികൃതമായിട്ടുള്ള പാർക്കിംഗ് എത്രയും പെട്ടെന്ന് കർശനമായിട്ട് അതിന് ഒരു നടപടികൾ ഉണ്ടാകേണ്ടതാണ്. ഇവിടെ വാഹനം കൊണ്ട് പാർക്ക് ചെയ്യുന്നു. വ്യാപാരികൾക്ക് അത് പ്രതികൂലമായി ബാധിക്കുന്നു. ബസ്സുകളുടെ കാര്യമാണ് ഏറ്റവും വലിയ കുഴപ്പം. കാരണം വളവോട് ഭാഗത്തേക്ക് വന്ന വാഹനം ഇവിടെ ഈ കാണക്കാലി സ്റ്റോഴ്സിൻ്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യും. അത് മധ്യഭാഗം ചേർന്ന് പാർക്ക് ചെയ്യുന്ന മൂലം പിന്നെ റോഡിൻ്റെ പകുതി ഭാഗത്തോട് വേണം 2 സൈഡിൽ കൂടെ വാഹനങ്ങൾ പോകേണ്ട സാഹചര്യം വരുന്നു. ഇവിടുന്ന് കട്ടപ്പനയ്ക്ക് പോകുന്ന വാഹനം സെൻട്രൽ ജംഗ്ഷൻ തൊട്ട് പാലം ജംഗ്ഷൻ വരെ 1, 2, 3 സ്റ്റോപ്പാണ് ഉണ്ടെങ്കിൽ പോലും ആളുകളെ കാണുന്നിടത്ത് വാഹനം നിർത്തുന്നു. അതും റോഡിൻ്റെ മധ്യഭാഗം ചേർന്ന് നിർത്തുന്ന മൂലം പുറകുവശത്ത് വൻ ക്യൂ രൂപപ്പെടുന്ന സാഹചര്യമാണുള്ളത്. റോഡിന്റെ ഒരു വശത്ത് മാത്രം പാർക്ക് ചെയ്യാവൂ എന്ന മുൻ ഭരണസമിതിയുടെ തീരുമാനം കാറ്റിപ്പറത്തിയാണ് അനധികൃത പാർക്കിംഗ് കൊഴുക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അടക്കം രോഗികളുമായി ആംബുലൻസ് കടന്നുപോകുന്ന റോഡിലാണ് നിരന്തരം ഗതാഗത കുരുക്കുണ്ടാവുന്നത്. ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടിയിട്ടും പഞ്ചായത്ത് ഭരണാധികാരികൾ മൗനത്തിലാണ്. ഗതാഗത കുരുക്കിൽപ്പെട്ട് നിരവധി അപകടങ്ങളും ഉണ്ടാവുന്നുണ്ട്. നടപ്പാത കയ്യേറി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനാൽ കാൽനട യാത്രക്കാർക്ക് റോഡിലൂടെ യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ്. ഗതാഗത കുരുക്കിൽപ്പെട്ട് അപകടമുണ്ടായി മരണം വരെ സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ അധികൃതർക്കായിട്ടില്ല. ദിവസവും ഉണ്ടാകുന്ന ഗതാഗത കുരുക്കും അനധികൃത പാർക്കിങ്ങിനും പുതിയ പഞ്ചായത്ത് ഭരണസമിതിക്കും നടപടി സ്വീകരിക്കാനാവില്ല. ഉപ്പുതറയിലെ ഗതാഗത കുരുക്ക് ഒരു ബാലികേറാമലയായി മാറിയിരിക്കുകയാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.